നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അഡൽസ് ഉള്ളി ദമ്പതികൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ജാതി മത ഭേദമന്യേ പ്രയോജനപ്പെടാൻ ചില കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 5 ലാംഗ്വേജസ് ഓഫ് ലവ്, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഹാരി ചാപ്മാൻ്റെ ലോകപ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് 5 ലാംഗ്വേജസ് ഓഫ് ലവ്. അതായത് ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാത്ത ജീവിതത്തിലായാലും സ്നേഹിക്കുക, എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അംഗീകാരം കിട്ടാനും ഒക്കെയുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടു. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും നീന്തി കയറാനായിട്ട് ശ്രമിക്കുന്ന പലരെയും കണ്ട് മുട്ടാറുണ്ട്. അപ്പോൾ അവർക്കൊന്ന് പ്രയോജനപ്രദമാകട്ടെ. ഇനി ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അതിനുശേഷം അവരുടെ സങ്കടങ്ങൾ പലരുടെയും കേൾക്കാൻ ദിനംപ്രതി ഇടയാകാറുണ്ട്. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല, ഒന്ന് ശരിക്കും സ്നേഹിക്കാൻ പറ്റിയില്ല, അല്പം കൂടെ ഞാൻ വിചാരിച്ചെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാമായിരുന്നു എന്ന് പറയുന്ന ഭാര്യമാരെയും, വാവിട്ട് കരഞ്ഞ ഭർത്താക്കന്മാരെയും. പുരുഷന്മാരങ്ങനെ കരയാറില്ല, അവരെല്ലാം ചങ്കിലൊതുക്കി അറ്റാക്ക് വന്ന് തീർന്നു പോകല, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് തീർന്നു പോകലാണ് പതിവ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് പ്രയോജനമായ 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളോട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ കൂട്ടത്തിൽ. കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. 5 കാര്യങ്ങൾ. ഫാൻസ് ഇച്ചിട്ട പോലെ അവസാനത്തെ കാര്യം മാത്രം വിവാഹ ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ നോക്കും പലരും പൊട്ടിപ്പാളിസായി പോകുന്നത്. എങ്ങനെയോ 1, 2, 3 കുഞ്ഞുങ്ങളുണ്ടായി. അത് ചിലരൊക്കെ പറയും ലോകമഹാത്ഭുതം എന്ന് പറയുന്നത് പോലെ. പക്ഷേ പിന്നീടൊരു പ്രണയവുമില്ല, ദാമ്പത്യ ജീവിതത്തിൽ വിജയവുമില്ല, ശത്രുക്കളെ പോലെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ എന്ന് പറയും. അപ്പോൾ പറഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും അല്ല, അതിലും കഷ്ടമാണ്. ഒരിക്കലൊരു ബാങ്ക് മാനേജറായ ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ്. അപ്പോൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഈ മാനേജറുടെ അനിയൻ ഞരമ്പ് കുറിച്ച് അവന് കല്യാണം ആയപ്പോഴേക്കും അവന് ചേടത്തിയമ്മേനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആരാധന. ഞരമ്പ് മുറിച്ച് മരിക്കാനൊക്കെ നോക്കി. ഇവരുടെ ജീവിതത്തെ അത് ബാധിക്കാൻ തുടങ്ങി, വലിയ പ്രശ്നമായി. അങ്ങനെ ഈ ദമ്പതികൾ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി പറഞ്ഞ കാര്യം ഇതാണ്: ബ്രദറെ, ഇത്ര നേരം സംസാരിച്ച് ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് ഒന്ന് ഇതുവരെ നോക്കുന്നത് ബ്രദർ കണ്ടോ എന്ന്. ആ മനുഷ്യനൊന്നും പറയാനില്ല, നമ്മുടെ ജീവിതമല്ലേ, അപ്പോൾ ഇയാൾക്കൊന്നും പറയാനില്ല, ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, എൻ്റെ വേദനയാണ്. ഞങ്ങളിവിടെ വന്നത് അതിനാണല്ലോ. അപ്പോൾ ആ സഹോദരി പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. പല ദമ്പതികളായിട്ട് സംസാരിച്ചിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഉള്ളിത്തൊണ്ട് പൊളിക്കണത് പോലെ, ഉള്ളി ഇങ്ങനെ പൊളിക്കും തോറും തൊണ്ട് തന്നെയാണ് എല്ലാം. പറയുന്ന പല കാര്യങ്ങളെ അല്ല, ജയിക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും പറയാനില്ലാത്ത, പറഞ്ഞു തീർന്ന അല്ലെങ്കിൽ ഉത്തരം മുട്ടിയ പോലത്തെ അവസ്ഥയാണ് പലയിടത്തും. അപ്പോൾ ഈ മനുഷ്യൻ എന്നെ ഒന്നും മുഖത്ത് നോക്കാറില്ല, ഒന്ന് കണ്ണും നോക്കാറില്ല, എന്നെ ഒന്ന് തൊടാറില്ല, എന്നെ കൂടി എങ്ങും വരാറില്ല, എൻ്റെ കൂടെ ഇരിക്കാറില്ല. ഇങ്ങനത്തെ പരാതികളൊക്കെ പറഞ്ഞതോർക്കാണ്. ഇത്രയും നേരം ഇരുന്ന് ബ്രദർ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല. അങ്ങനെയാണ് ആണുങ്ങളായ ഇങ്ങനെ വേണമെന്ന്. എന്നിട്ട് അവർ പൊട്ടിക്കരയുന്നതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, കുടുംബം കലഹിക്കാനാണോ വന്നത്, കൂട്ടി പറയിക്കാനാണോ വന്നത്, നിങ്ങളിത് തീർക്കാൻ വന്നത് അല്ല, എൻ്റെ വിഷമങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതാണ് എന്ന്. എന്തായാലും ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പല സിറ്റിങ്ങും ഒറ്റയ്ക്കിരുന്നും ഒരുമിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്ന് പലരും മദ്യം, മയക്കുമരുന്ന്, ലഹരിയിലോട്ടൊക്കെ പോകുന്നതിൻ്റെ കാര്യം, ദാമ്പത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി അനുഭവിക്കാൻ, പങ്കുവെക്കാനായിട്ട് ഇരു കൂട്ടർക്കും സാധിക്കുന്നില്ല. ഭാര്യ പറയും എന്നെ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് പറയും എന്നെ സ്നേഹിക്കുന്നില്ല, അവൾക്ക് എൻ്റെ കാശും പണവും മാത്രം മതി എന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, അവൾ പറയും എൻ്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, എന്നെയും ഇഷ്ടമല്ല, എന്തെല്ലാമാണ് പറയുന്നതെന്ന് പറയും. നമുക്കറിയാം, പലരും പറയും മുഴുത്ത സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. നമുക്കറിയാം, തേങ്ങ
എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോൾ മുള വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് കെട്ടുപോകും അല്ലേ. നല്ലതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുള വന്നേക്കും. എന്നാലും എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടില്ല എങ്കിൽ അത് പാവപ്പെട്ട് കിട്ടത്തില്ല. അപ്പോൾ തേങ്ങ പോലെയാണ് എൻ്റെ അപ്പം പറയുന്നത് കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്. തേങ്ങ എന്ത് ചെയ്യണം? പൊതിക്കണം. തേങ്ങ എന്ത് ചെയ്യണം? പൊതിച്ചാൽ മാത്രം പോരാ, അത് പൊട്ടിക്കണം, ആ ചിരട്ട പൊട്ടിക്കണം. വീണ്ടും എന്ത് ചെയ്യണം? ചിരണ്ടി എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? അത് പിഴിയണം, അല്ലെങ്കിൽ അത് അരച്ചെടുക്കണം. അപ്പോഴാണ് അത് ആ കറിക്ക് ഉപയോഗിക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമായി അത് പ്രയോജനപ്പെടുന്നത്. ഇതുപോലെ മുഴുത്ത സ്നേഹമുണ്ടെന്ന് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറും പിടിച്ച് നടന്നാൽ അതിനെ സ്നേഹമെന്ന് വിളിക്കാനായിട്ട് സാധിക്കും. പലരും മരിച്ചു കഴിയുമ്പോഴാണ് കെട്ടിപ്പിടുത്തവും കരച്ചിലും ഉറക്കൊഴിച്ചിലും. ഒരു സഹോദരി എന്നോട് പറഞ്ഞ, ആ സഹോദരി മരിച്ചുപോയി, ഭർത്താവ് അതിന് മുമ്പേ മരിച്ചു. പറഞ്ഞതാണ്, ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ മരിച്ചിട്ടും മനുഷ്യനെ വിടണില്ല. അയാൾ കാലെടുത്ത് മേത്തിടണ്, ബ്രദർ ഒന്ന് വെന്തിച്ച് ശരിക്കും പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞു. പ്രാർത്ഥനാ സഹമായിട്ട് വന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ മക്കളായി പേരക്കിടാങ്ങളായെന്നും പറഞ്ഞിട്ട് ഇയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ദാമ്പത്യ ജീവിതം, ലൈംഗിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്ടും വില കുറഞ്ഞ കാര്യമാണ്. ഇയാൾക്ക് എന്തോ രോഗമാണ്, മക്കളും കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കിട്ടണതും തിന്നും കുടിച്ചും വല്ല മരുന്നുകൊണ്ടേ കഴിച്ച് വല്ലയിടത്തും കിടന്നോണം എന്നുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാടായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മരിച്ചിട്ടും തൻ്റെ ഭർത്താവ് തന്നെ വിടുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ മുറി കിടപ്പും വേറെ കട്ടിലെ കിടപ്പും എല്ലാം തുടങ്ങിയതാണ്. മക്കളുടെ ജീവിതം അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ട് മക്കളും കൂടെ പ്രശ്നമായിട്ട്, വലിയ സാമ്പത്തികമൊക്കെയുള്ള കുടുംബം, പുറത്ത് പറയാൻ നടക്കട, കത്തിയൊക്കെ എടുത്ത് അങ്ങാടും ഇങ്ങാടും കുത്തുന്ന. കാരണം മാതാപിതാക്കൾക്കൊരു മാതൃക കൊടുക്കാനായിട്ട് ജീവിക്കുന്നില്ല, ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നു. പൈസക്കൊന്നും ഒരു കുറവില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കിടെയൊക്കെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് അവർ കണ്ട് ശീലിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ പ്രാഥമികമായ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ: കണ്ടുമുട്ടുക, പങ്കാളിയെ മനസ്സിലാക്കുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഈ 5 പൊസിഷനും 5 സ്റ്റെപ്പുകളും വിവാഹ ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഈ ഡോക്ടർ ഹാരി ചാപ്മാൻ എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ എനിക്ക് ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ പങ്കാളിക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാകണമെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഇപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടം അയില, ഭർത്താവിന് ഇഷ്ടം ചാള. അപ്പോൾ എന്നും ഇടിയാണ് കറിയുടെ കാര്യവും പറഞ്ഞ്. അപ്പോൾ ഈ വിഷയം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ എടുത്തൊരു പ്രശ്നം തീരുമാനം ഇതാണ്: ആഴ്ചയിൽ 7 ദിവസമുണ്ട്, അതിൽ 3 ദിവസം ചാള, 4 ദിവസം അയില. ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ ആരും അവഗണിക്കപ്പെട്ടുമില്ല. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, പക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറില്ല. പല ദാമ്പത്യ ബന്ധങ്ങളിലും ദമ്പതികൾ തമ്മിൽ സ്നേഹിക്കാത്തതോ സ്നേഹം പ്രകടിപ്പിക്കാത്തതോ അല്ല പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകാതെ പോകുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ തേങ്ങയുടെ കാര്യം, എൻ്റെ അപ്പം പറയാറുള്ള കാര്യം. തേങ്ങ എന്ത് ചെയ്യണം? പൊതിക്കണം, പൊട്ടിക്കണം, ചിരണ്ടണം, പിഴിയണം, പാലെടുക്കണം, അല്ലെങ്കിൽ അരച്ചെടുക്കണം അല്ലേ. അപ്പോഴാണ് അത് പ്രയോജനപ്പെടുന്നത്. ഇതുപോലെ ഒന്ന് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം. സ്നേഹം എന്ത് ചെയ്യണം? പങ്കുവെക്കണം. കാരണം കൂടെയുള്ള ആൾക്ക്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മനസ്സിലാകുന്ന തലത്തിൽ ഒരു വൈകാരികമായ പ്രകടനം ഇതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെല്ലാം കുടുംബങ്ങളിൽ വളർന്നവരാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം, അല്ലെങ്കിൽ എന്ത് പറ്റും? ഭൂകമ്പം. ഇന്ന് പലയിടത്തും ഭൂകമ്പം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ വളർന്ന ആ അവസരങ്ങളിൽ ഡോക്ടർ ഹാരി ചാപ്മാൻ പറയുന്ന ഇതാണ്: മാതാപിതാക്കളുടെ സംസാരം സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നിട്ടുള്ള, അതായത് വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥകളാണ് കുടുംബത്തിൽ കിട്ടിയത് ഉള്ളതെങ്കിൽ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വളർന്നു വന്നത് സംസാരത്തിലൂടെ പ്രോത്സാഹനങ്ങൾ കിട്ടിയാണ്. അവൾ മിടുക്കലാണ്, അവൾ മിടുക്കിയാണ്, അവൻ മിടുക്കനാണ് എന്നൊക്കെ അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവരുടെ ആ പ്രാഥമികമായ അവരുടെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം സംസാരത്തിലൂടെ കിട്ടുന്ന
മോട്ടിവേഷണലായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിത പങ്കാളിയെ പിശുക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഭാര്യയാകട്ടെ ഭർത്താവട്ടെ, നീ നല്ലവണ്ണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നീ ഉണ്ടാക്കിയ ഈ കറി വളരെ നല്ലതാണ്, ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ഈ കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഡ്രസ്സിൽ നിന്നെ കാണുവാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഈ പൊട്ട് കൊള്ളാം, നീ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ ഈ മീശ അല്പം കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല ഒരു കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് പറയുന്ന പ്രോത്സാഹന വാക്കുകൾ സംസാരത്തിലൂടെ സ്ട്രോക്കുകളായിട്ട് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കൊടുക്കണം. നീ നല്ല മിടുക്കിയാണ്, നിനക്കിതെല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയാം, നീ ഇതെല്ലാം അടുക്കി പെറുക്കി ഭംഗിയാക്കി വെച്ചല്ല. അതിന് പകരം പറയും അതൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ച് നീ എന്താ ചെയ്തത്, എപ്പോൾ നോക്കിയാലും ഓരോന്നിൽ കിടന്ന് വിരകലാണ്, പിന്നെ ജന്മം ചെയ്താൽ ഒന്നിലും തൊടത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കഷ്ടകാലത്താണ് എനിക്ക് നിന്നെ തന്നെ കെട്ടാൻ വേണ്ടി തോന്നിയത്, എത്രയോ നല്ല കാര്യങ്ങൾ വന്നതാണ്. കൂടാതെ ചില ഇരട്ട പേരുകളൊക്കെ വച്ചിട്ട് പറയും നീ അങ്ങനത്തതാണ് ഇങ്ങനത്തതാണ്, ഇത് ചോര കുടിക്കാൻ വന്നതാണ്. ഇതുപോലെ തിരിച്ചും ഭർത്താവിനോട് പറയും എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുള്ളതാണ്, ഏത് കഷ്ടകാലത്തിൻ്റെ സമയത്താണ് ഞാൻ ഇത് ഇയാക്കടെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത്, ഇതിലും വല്ലത് പല ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുന്നതായിരിക്കും നല്ലതായിരുന്നു, ദൈവമേ എന്നൊക്കെ പറയും, ദൈവത്തിനെ വരെയും കൂട്ടുപിടിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് സംസാരമാണ്. അതുകൊണ്ട് ഇത് നല്ലതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് റിലേറ്റഡാണ്, കണ്ടുമുട്ടുക എന്നുള്ള കാര്യം, പങ്കാളിയെ മനസ്സിലാക്കുക, സംസാരത്തിലൂടെ പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ കൊടുക്കുക. അതുപോലെ തന്നെ സമ്മാനങ്ങളില്ലാത്ത ഇഷ്ടമില്ലാത്ത ആരും ഇല്ല. കാരണം നമ്മുടെ ബാല്യ കൗമാര യൗവന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കളും ഗുരുഭൂതന്മാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ വിവാഹിതരായിട്ടുള്ളവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 1 വിവാഹ വാർഷികവും, 2 പങ്കാളിയുടെ ജന്മദിനവും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ഭാര്യ ജോളി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അവളുടെ ബർത്ത്ഡേ ദിവസം വന്നപ്പോൾ സസ്പെൻസായിട്ട് എല്ലാം ഒരുക്കം ചെയ്ത് കേക്ക് മുറിക്കാനായിട്ട് അവളെ ആനയിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇല്ല, നേരത്തെ ഇത് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് മനസ്സിലായപ്പോൾ പറഞ്ഞത് ഇല്ല ഞാൻ മുറിക്കൂല, ഒന്നും വേണ്ട, എനിക്കങ്ങനെ ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ഇഷ്ടമാണ്. കാരണം അവൾ പറഞ്ഞത് എൻ്റെ ജന്മത്തിൽ ഇന്ന് വരെ, വിവാഹം കഴിക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ബർത്ത്ഡേ ഒന്നും എൻ്റെ കുടുംബത്തെ ആഘോഷിച്ചിട്ടില്ല. അതായത് അപ്പം ഗൾഫിലൊക്കെ ആയിരുന്നു, അമ്മയും ആങ്ങളെയും നാട്ടിലുണ്ട്, ആ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു ശീലമില്ലായിരിക്കാം. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിക്കളയുകയാണ്. പക്ഷേ പിടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവെച്ചു. ഇപ്പോൾ ഈ 2025 ഫെബ്രുവരി 15 എൻ്റെ ജീവിതങ്ങളുടെ ബർത്ത്ഡേ. ഇഷ്ടമല്ലെന്നൊക്കെ പറയും, പക്ഷേ എന്തെങ്കിലും ഒരു സമ്മാനം, സാരിയോ ചുരിദാറോ കഷ്ണമോ എന്തെങ്കിലും മതി. ഒരു കഷ്ണം കൊടുത്താലുണ്ടല്ലോ, അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ പിടിച്ചു തരും. അതാണ് സ്ത്രീ. എൻ്റെ ഭാര്യയുടെ കാര്യം മാത്രമല്ല, ഭാര്യ ആകട്ടെ ഭർത്താവാകട്ടെ. ചില ചേട്ടന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ അവൾ ഞാൻ കൊടുക്കുന്നതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് പിടിച്ചു വെച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് ഷർട്ട് മേടിച്ച് തന്നു ബ്രദറെ, എൻ്റെ കണ്ണ് നനഞ്ഞു പോയെന്ന്. മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേണ്ട, ഒരു പേനയാകാം, എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ആകാം, ഒന്ന് കൊടുക്കുക. പങ്കാളിയുടെ ജന്മദിനം, അതുപോലെ വിവാഹ വാർഷികത്തിൻ്റെ ദിനം. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെയും ബോധിക്കണ്ട, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും. വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ നമ്മുടെ നല്ല സംസാരം പോലെ, ഒന്നാമത്തെ കാര്യമാണ് സംസാരം, രണ്ടാമത്തെ കാര്യമാണ് സമ്മാനങ്ങൾ. പങ്കാളിയുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാക്കും. ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര കല്ലറ കെട്ടലും ഭയങ്കര പരിപാടിയും പേര് വെക്കലും എഴുതലും ആളുകളുടെ മുമ്പിൽ പൊങ്ങച്ചങ്ങ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്ക്. മരിച്ചു കഴിഞ്ഞല്ല. നമുക്ക് മലയാളികൾക്ക് ഇങ്ങനത്തെ ഒരു വേഷം കെട്ടുണ്ട്, മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര അഭിനയമാണ്.
അപ്പോൾ ഇന്നും പലരും കുറ്റബോധത്തോടെയൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് കരയുന്ന, വിഷമങ്ങൾ പറയുന്ന പല സങ്കടങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, ആൾ പോയി ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഓർത്തില്ല ബ്രദറെ, അല്ലെങ്കിൽ സമയമുണ്ടല്ലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ എന്നോട് കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചതും മാറിക്കിടന്നു എന്ന് പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ആരാ എല്ലാം തികഞ്ഞവരുള്ളത്? ഇതാ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിച്ച് കളയണം. നമ്മളിപ്പോൾ പഴം മേടിച്ചെന്നും പറഞ്ഞ് പഴത്തിന് 75 രൂപ കിലോന് വിലയെന്നും പറഞ്ഞാൽ അതിൻ്റെ തൊണ്ടൊന്നും തിന്നാൻ പോകുന്നില്ല അല്ലേ? എത്ര വില കൂടിയ ഭക്ഷണ സാധനം മേടിച്ചാലും അതിൻ്റെ പാക്കറ്റും തൊണ്ട് കളയേണ്ടതും വേസ്റ്റും എല്ലാം നമ്മൾ കളയും. അപ്പോൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം അറിഞ്ഞാൽ പോരാ. ജീവിതത്തിൻ്റെ വിജയത്തിനും ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ചെറുതായിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിത പങ്കാളിക്കും സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അൺകോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട് ഈ സമ്മാനങ്ങളുടെ കിട്ടിയ മോട്ടിവേഷൻ. നമ്മൾ ചെറിയ ഒരു സമ്മാനം, ഒരു സ്ട്രോക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് ഉണരും, സന്തോഷമുണ്ടാകും. ലവ് ഈസ് ടു എക്സ്പ്രസ്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പൂട്ടിവെക്കാനുള്ളതല്ല. അപ്പോൾ അങ്ങനെ മാറ്റം. മൂന്നാമത്തെ കാര്യമാണ് സഹായങ്ങൾ. എന്ത് സഹായങ്ങൾ? ഞാൻ ഈ പാഠങ്ങൾ പഠിച്ചത് എൻ്റെ അപ്പച്ചനിൽ നിന്ന് അമ്മച്ചിയിൽ നിന്നുമാണ്. പണ്ട് മദ്യപിച്ച് നടന്ന ബിസിനസ്സും തിരക്കും ലോകം മുഴുവൻ തിരിയുന്നത് എൻ്റെ തലയിലാണെന്നും പറഞ്ഞിരുന്ന് അപ്പം പറഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മയൊന്നും പറഞ്ഞാൽ അതിൻ്റെ നേരെ എതിരായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങളും പറയും ഞാൻ അധികപ്പറ്റാണ്, ഞാൻ ഒഴിഞ്ഞു വന്നേക്കാം എന്നൊക്കെ പറയും. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ അപ്പന് പറ്റില്ല. കാരണം മദ്യത്തിൻ്റെയും പുകവലിയുടെ എല്ലാം കൂട്ടുകെട്ടിൻ്റെയൊക്കെ ലഹരിയിൽ നടന്ന കാലഘട്ടമാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു മാറ്റമൊക്കെ ഉണ്ടായി, ഒരു എളിമയുണ്ടായി, സ്നേഹമുണ്ടായി. തകർച്ചകളിലൂടെ പാഠം പഠിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാനായിട്ട് തുടങ്ങി. അവരോട് എല്ലാവരും കൂടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിജയിക്കാൻ തുടങ്ങിയത്. നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങായിട്ട് എല്ലാം തിരിച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. 15 വർഷം അങ്ങനെ നല്ല ഒരു ആളായിട്ട് ജീവിച്ചു. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇതാണ്, അമ്മയെ ഒത്തിരി സഹായിക്കുമായിരുന്നു കുക്കിങ്ങിലും. അമ്മക്ക് കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി, പിന്നീട് വാട്ടർ ഹീറ്ററും AC യും എല്ലാം മുറിയിലൊക്കെ വെച്ച് കൊടുത്തു. എന്തോരം മാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അത്രേ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഞ്ഞിക്കൊക്കെ എൻ്റെയും അനിയൻ്റെയൊക്കെ കല്യാണങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും അതൊക്കെ ഓക്കെ. പക്ഷേ അപ്പൻ വീട്ടിലേക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യങ്ങളും പ്രാർത്ഥനകളും പള്ളിപ്പോക്കും എല്ലാം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പൻ സെറ്റ് ചെയ്യും. അപ്പൻ അടുക്കളയിലെ ജോലികളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല പങ്ക്ച്വൽ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പച്ചൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു പണ്ട്. പക്ഷേ ഇടയ്ക്ക് കാട് കയറി പോയി ആകെ തലതിരിവായി പോയ അവസ്ഥയാണ്. എന്തിലേക്ക് പോയോ, എന്തിൽ നിന്ന് പോയോ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നന്നായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യും. നല്ല സൂപ്പർ കുക്കിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ കുക്കിംഗ് 3 നേരത്തേക്ക് വേണ്ടുന്ന ചോറും എല്ലാം വേവിച്ച് ഊറ്റി കുന്തിരിക്കമൊക്കെ പുകച്ച് വീടെല്ലാം നല്ല അടിപൊളിയാക്കും. നല്ല സുഗന്ധ പരിമളോ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോയിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പലരും പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വരത്തില്ല, ഒരു സഹായവും ചെയ്യത്തില്ല. പറ്റുമെങ്കിൽ ഇരട്ടി ഭാരം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യും. അപ്പോൾ അവൻ പുരുഷനാണെന്ന് അറിയണമെങ്കിൽ അന്നേരം പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഇതേ കൊച്ചിനെ കൂടെ പിടിച്ചെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കുത്തിക്കൊടുത്താൽ തെറിയായി ബഹളമായി. കാരണം പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിലായിരിക്കും അവൻ്റെ ശ്രദ്ധ. സ്ത്രീ അങ്ങനെയല്ല, ഒരേ സമയം കരയുന്ന കൊച്ചിനെ പോയെടുക്കും, പേപ്പർ എടുക്കാൻ പോകും, പാല് മേടിക്കാൻ പോകും, വേപ്പലൊടിക്കാൻ പോകും, കറി താളിക്കും, കഞ്ഞിക്ക് വെക്കും, വീടടിച്ച് വാരും. എൻ്റെ അമ്മോ എന്തോരം ചെയ്താലും പണിയൊന്നും കാണത്തില്ല. പുരുഷൻ ചെയ്യുന്നതിനെല്ലാം മുഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ സഹായങ്ങളാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ ഭാഷയെങ്കിൽ അദ്ദേഹം പറയുന്നത്, മനഃശാസ്ത്രജ്ഞൻ ഹാരി ചാപ്മാൻ പറയുന്നത് ഇതാണ്, എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ വളർന്ന ഘട്ടങ്ങളിൽ
പഠിക്കാൻ വേണ്ടി അമ്മ അടുത്ത് വന്നിരുന്ന് സഹായിച്ചു, ഹോംവർക്ക് ചെയ്യാനായിട്ട് സഹായിച്ചു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ ബോധ മനസ്സിൽ ആ സഹായങ്ങൾ കിട്ടിയതിൻ്റെ ഓർമ്മകളുണ്ടാകും. അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് സാധിക്കും. അപ്പോൾ ഇങ്ങനെ സഹായങ്ങൾ പങ്കാളിയുടെ അടുത്ത് വന്നിരുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സഹായിക്കുക. എൻ്റെ ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് ഇവിടെ വന്നിരിക്കുക, എവിടെ പോയി ഇരിക്കണമെന്ന് പറയും. എന്തിനാ? അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഈ ഭാഷ മനസ്സിലാവില്ലായിരുന്നു. അടുക്കളയിൽ അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്റ്റൂള് കിടപ്പുണ്ട്, നമ്മൾ അതിലൊന്ന് വന്നിരുന്നാൽ മതി. പക്ഷേ പിന്നീട് അത് മനസ്സിലായപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ അരിയാന, ചിരകാന അല്ലെങ്കിൽ നുറുക്കാന ഉണ്ടെങ്കിൽ സാധിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. പക്ഷേ പിന്നീട് അവൾ അടവൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. ചിക്കനൊക്കെ ഞാൻ കറി വെക്കുന്നതാണ് നല്ലത്, സ്ത്രീകൾക്ക് നമ്മളെക്കാൾ ബുദ്ധിയാണ് കാര്യങ്ങളിലൊക്കെ, അച്ചായം വെക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഒക്കെ പറയും. അപ്പോൾ എങ്ങനെ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥ. അപ്പം ഇതെല്ലാം സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഇനി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ സംസാരത്തിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, സമ്മാനങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, സ്പർശനങ്ങളിലൂടെ ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ സ്പർശനങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അവളെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ അയാളെ ചേർത്ത് പിടിക്കും. പലയിടത്തും പിള്ളേർ കാണും ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചുംബിക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ. നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ: കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. 5ാമത്തെ കാര്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന്. അതിലൂടെ 2 കാര്യങ്ങളാണ് വന്നത്. ഒന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ, 2ാമത്തെ കാര്യം എപ്പോഴും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ലക്ഷ്യമാകണമെന്നില്ല, മരണം വരെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സ്നേഹം നിലനിൽക്കണമെങ്കിൽ, സ്നേഹം വളർത്തണമെങ്കിൽ, അതിന് മൂർച്ച കൂടണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കത്തിയും വാക്കത്തിയൊക്കെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, അത് ഉരച്ച് നമ്മൾ മൂർച്ച കൂട്ടണം. അപ്പോൾ വെട്ടിമുറിക്കാൻ അധികം ആയാസം വേണ്ട, വെട്ടുന്നത് വെട്ടിച്ചതഞ്ഞും പോകത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ സ്പർശനം നമ്മുടെ പങ്കാളിയുടെ ജീവിതത്തിൽ അവർ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തുകയും ചുംബിക്കുകയും തലോടുകയും. ഞാനൊരു ജേണലിൽ വായിച്ചതോർക്കുകയാണ്, കൂടെ ജലദോഷവും അലർജിയും ശ്വാസതടസ്സവും എപ്പോഴും രോഗം വരുന്ന, ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്ന് മുതുകിലൊക്കെ ഒന്ന് തലയിലും മുതുകിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് തലോടുകയും തടകുകയും, നെഞ്ചിലും മുതുകത്തൊക്കെ ഒന്ന് തടകുകയും ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഒന്ന് ചേർത്തൊക്കെ ചെയ്താൽ അവരിൽ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുവഴി എന്ത് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. ഇന്ന് ആർക്കും തൊടാൻ നേരമില്ല, ആകെ ചേർത്ത് നിർത്തുകയും കുത്തുകയും ചെയ്യുന്നത് കംപ്ലീറ്റ് ഫോണിലും ലാപ്ടോപ്പിലുമാണ്. അതിന് ആ പിള്ളേരെയൊക്കെ ഒന്ന് തൊട്, ഭർത്താവ് ഭാര്യനെ തൊട്, ഭാര്യ ഭർത്താവിനെ തൊട്. ഞാൻ ആലപ്പുഴ IMSൽ പ്രശാന്ത് അച്ഛൻ്റെ കൂടെ ദമ്പതി ധ്യാനത്തിന് 10-20 വർഷത്തോളം ക്ലാസ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എൻജിനീയർമാരാണ് 2 പേരും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഭാര്യ ഭർത്താവ്. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞ ഇതാണ്, ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും ചേർത്ത് ചുംബിക്കുകയും ആലിംഗനം ചെയ്യുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി കരച്ചിലും ബഹളവും സന്തോഷവും സങ്കടവും എല്ലാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നാണ് വിചാരിച്ചത്. 10-25 വർഷത്തിലധികമായി വിവാഹം കഴിഞ്ഞിട്ട്, മക്കളൊക്കെ ഓരോരോ ദൂരസ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉള്ളൂ. പക്ഷേ വടക്ക് നോക്കി യന്ത്രം പോലെ അല്ലെങ്കിൽ തെക്ക് നോക്കി ഒരേ കട്ടിൽ കിടക്കും, നേരം വെളുക്കും, രാത്രിയാകും, ഒരർത്ഥമില്ല. പക്ഷേ ഈ പ്രോഗ്രാമിലൂടെ മനസ്സിലായി, ജീവിതം മരണം വരെ ലഹരിയുള്ളതായിട്ട്, പ്രണയമുള്ളതായിട്ട് തീർന്നില്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു തരം കാര്യം പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വിരസത. അപ്പോൾ ഈ സെക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിക്കുകയും ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും എല്ലാം ചെയ്തപ്പോൾ എന്തൊരു പൊളിച്ചു മാറ്റിയതുപോലെ ഒത്തിരി ഭാരങ്ങൾ പോയി. ഇത്ര വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ എന്തെന്നും പറഞ്ഞിട്ടുള്ള ജീവിതമാണ്, ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നതാണ്. ഇപ്പം എന്നോട് പറഞ്ഞ് ഇതൊന്നും നിർത്തിക്കളയരുത് കേട്ടോ, ഒത്തിരി മോട്ടിവേഷൻ, നല്ല ആ സ്പർശനവും അതിന് പറ്റിയ പാട്ടും ആ ക്ലാസ്സുകളും എല്ലാം കൂടി ആയിട്ട് ഭയങ്കരമാണ്, പറയാൻ വാക്കുകളില്ല കേട്ടോ. ഒത്തിരി നന്ദി എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിലയില്ലാതെ തള്ളിക്കളയുന്ന പലതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ ഇന്ന് പലർക്കും തൊടാനൊന്നും കിട്ടാറില്ല. കാരണം ഈ ഇതിലൊക്കെ ആക്കി ക്ലാസ് കൂട്ടിലൊക്കെ ആക്കി കൊണ്ടുവന്ന് കിടത്തി വാടകയ്ക്കൊക്കെ കിട്ടും ഓരോ സാധനങ്ങൾ. പണ്ടൊരു സ്ഥലത്ത് മരിച്ചിട്ട് ചെന്നപ്പോൾ ഇതാണ്, ആരോ ഓഫ് ചെയ്തിട്ടിട്ട് പോയതോ കണക്ഷൻ വിട്ടുപോയതോ, അവസാനം
പോയെടുക്കാറായപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ചീഞ്ഞ് നാറ്റം കൊണ്ട് ഉള്ള ഒരു അവസ്ഥ. ആരോ ദൂരത്തു നിന്നൊക്കെ വരാനുള്ള ഇത് കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വെച്ചത്. അപ്പോൾ എല്ലാവരും ഓടുന്ന അവസ്ഥയായി. ഇത് തന്നെ മരിച്ചു കഴിയുമ്പോൾ കിടന്ന് അഭിനയമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചുംബിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ആലിംഗനം ചെയ്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളിലൂടെ ഒന്ന് സംസാരത്തിലൂടെയാണ് ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയതുപോലെ വളർത്തിയത്. അപ്പം നല്ല മോട്ടിവേഷനായിട്ടുള്ള ഇത് കൊള്ളാം, നിന്നെ കൊള്ളാം, ഈ ചെയ്തത് നന്നായി. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാപ്പായിരുന്നു, ഞാൻ പലതവണ പങ്കുവച്ചിട്ടുള്ളതാണ്. കരിഞ്ഞ റൊട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കിനിടയിൽ. പക്ഷേ ഉമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, കരിഞ്ഞു പോയാൽ മരിഞ്ഞു പോയാൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. രാത്രിയായപ്പോൾ കൊച്ചു വാപ്പേനോട് ചോദിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ, അത് കരിഞ്ഞ റൊട്ടി ആയിരുന്നില്ല. വാപ്പ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഉമ്മ എല്ലാം എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കരിഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഞാൻ ഒച്ചയെടുക്കുകയോ അല്ലെങ്കിൽ അവളെ അത് നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്താൽ ആ സ്ത്രീ താഴ്ന്നു പോകാൻ, തകർന്നു പോകാൻ അത് മാത്രം മതി. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തിലൂടെ ലോകപ്രശസ്തമായി തീർന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ സംഭാഷണമാണ് ഇവിടെ പങ്കുവച്ചത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ? വളർത്തുന്നവൻ താനേ വളർന്നുകൊള്ളും, തളർത്തുന്നവൻ താനേ തളർന്നു പോയിക്കൊള്ളും. ആരും ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഞണ്ടിങ്ങനെ നടന്നിട്ട് കുഞ്ഞുങ്ങളോട് നേരെ നടക്കാൻ പറഞ്ഞാൽ നടക്കുക? ഒരു പണി നടക്കാൻ പോകുന്നില്ല. ഇന്ന് മക്കൾ തലരുവാകുമ്പോഴാണ് പലരും ഓട്ടം പിടിക്കുന്നത്. അപ്പോൾ സംസാരങ്ങൾ, അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കുക. പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹോദരി പറഞ്ഞതാ, ഒരു ഉഴുന്നുവട പോലും ഈ മനുഷ്യൻ മേടിച്ച് തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന നിങ്ങൾക്ക് ഉഴുന്നുവടക്ക് എന്തിനാ? അതല്ല ബ്രദറിന് മനസ്സിലാവില്ല. അവർ മനസ്സിലാകും, അല്ല ഞാൻ തമാശക്ക് പറഞ്ഞതാ. അപ്പോൾ പക്ഷെ പിന്നീട് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ തയ്യാറായപ്പോൾ പിന്നീട് ജീവിച്ചിരുന്ന നാളുകളിൽ ഒത്തിരി മാനസാന്തരവും മാറ്റങ്ങളും ഉണ്ടായി. പരസ്പരം ചെളിവാരി എറിയുന്ന അവസ്ഥയായിരുന്നു. അത് ആദ്യം നിർത്തണം. ചെളിവാരി എറിയുമ്പോൾ അവരവരും നാറും, മറ്റവരും നാറും. അപ്പോൾ ഈ നാറിയതും ചുമന്നുകൊണ്ട് വന്നാൽ ഈ നാറിയത് ചുമക്കും. വണ്ടി ഓടിക്കുന്നവനെ ഡ്രൈവർ എന്ന് വിളിക്കും, വിമാനം പറന്നവനെ പൈലറ്റ് എന്ന് വിളിക്കും, കപ്പൽ ഓടിക്കുന്നവനെ കപ്പിത്താൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ നാറിയതും ചുമന്ന് നടന്നാൽ, അല്ലെങ്കിൽ നാറിയത് വാരി എറിഞ്ഞാൽ ആരാണ് നാറുന്നത്? രണ്ടുപേരും നാറും. അപ്പോൾ ഈ നാറിയതും കൊണ്ട് നടക്കുന്നവനെ എന്ത് പേരാ വിളിക്കുന്നത്? ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് ഒരു ജീവിതം നമുക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞത് കൊണ്ടോ അലോസരപ്പെടുത്തിയത് കൊണ്ടോ വാഗ്വാദങ്ങൾ നിരത്തിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല. മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കണം, നല്ല സ്പർശനം വേണം, ആലിംഗനങ്ങൾ വേണം, ചുംബനങ്ങൾ വേണം, അതുപോലെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്ത് വേണം? സാമീപ്യം വേണം. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട, അപ്പൻ്റെ അമ്മയുടെ സാമീപ്യം വേണം. ഇതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവരുടെ അപ്പനോടുകൂടെ അമ്മയോടുകൂടെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് വേണം? അവരുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ പ്രാഥമിക ഭാഷ ഏതാണ്? മാതാപിതാക്കളുടെ സാമീപ്യം ആയിരുന്നെങ്കിൽ ഇതാ ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കിടക്കാനും ഒക്കെയുള്ള നമ്മുടെ സാമീപ്യ ബോധം അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ചിലർ പറയും, എനിക്കിപ്പോൾ സമയമില്ല, എന്നെ കിട്ടൂല, വേറെ പോയി പണി നോക്ക് എന്ന് പറയും. അപ്പോൾ കുടുംബജീവിതത്തിൽ വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പലരും തകർച്ചയിലേക്ക് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഡോക്ടർ ഹാരി ചാപ്മാൻ്റെ ഷൈജു ബ്രദർ ഉണ്ടാക്കിയതല്ല, ഡോക്ടർ ഹാരി ചാപ്മാൻ്റെ ഈ 5 സ്നേഹപ്രകടനത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹപ്രകടനത്തിനുള്ള 5 മെത്തേഡ്സ്, 5 മെസ്സേജുകളാണ് 5 ലവ് ലാംഗ്വേജസ് എന്ന പുസ്തകത്തിലൂടെ പുറത്തു വന്ന അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ. അപ്പോൾ വളരെ അർത്ഥമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പ്രസംഗത്തിലൂടെ ഇത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഒരു കുടുംബത്തിനെങ്കിലും ദമ്പതികൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനായി. 5 ലാംഗ്വേജസ് ഓഫ് ലവ് ലാംഗ്വേജസ്, അതെ എങ്ങനെയും പറയാം. അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട്
പിന്നെ ആകട്ടെ നാളെ ആകട്ടെ എന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാതെ ജീവിച്ചിരിക്കുമ്പോൾ ദമ്പതികൾ ജീവിച്ചിരിക്കുമ്പോൾ മാറ്റം വരുത്തുക പ്ലീസ്. പറഞ്ഞതാണെന്ന് ഒരുപാട് പേര് 35 വർഷമായി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇപ്പോൾ പറയാറുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഒരാണ് കൂടെ ഉണ്ടായതിൻ്റെ ബലം വേറെ. ഇപ്പം മക്കളുമൊക്കെ ഇട്ട് കയറുന്നു, മരുമക്കൾ ഭരിക്കുന്നു, നാട്ടുകാരോരോ പ്രശ്നം കൊണ്ടുവരുന്നു. ഇത്രക്കാണ് ഒരു വിധവയുടെ അവസ്ഥ. ആ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അതൊരു ബലമായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായപ്പോൾ അതൊരു ബലമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഇങ്ങനെ പലതും പറയാനുണ്ട്, പലരുടെയും കഥ അതുപോലെ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല, കണ്ണില്ലാതാവുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. കാണപ്പെട്ട ദൈവത്തെ പോലെ ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന നമ്മുടെ ആ പൂർണ്ണത മുഴുവൻ നിങ്ങളൊന്നാണ്. ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായാലും കളക്ടറാകാം, ഡോക്ടറാകാം, എൻജിനീയറാകാം, വക്കീലാകാം, തൊഴിലാളിയാകാം, മുതലാളിയാകാം, അതെല്ലാം ആകാൻ പറ്റും. പക്ഷേ നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു ഭർത്താവാകാൻ നിങ്ങൾക്ക് പറ്റുമോ? 10, 20, 30 വർഷം ജീവിച്ചിട്ട് ഇത് മാത്രം പറ്റുന്നില്ല, പിന്നെ എന്ത് പറ്റിയിട്ട് എന്താ കാര്യം? മറ്റേതൊക്കെ പഠിച്ച് എല്ലാവർക്കും ആകാൻ പറ്റും. പക്ഷേ ഇത് പറ്റണമെങ്കിൽ അതിനുള്ള ഒരു സന്മനസ്സും പ്രാർത്ഥനയും ക്ഷമയും ഉണ്ടാകണം. ഈ 5 ലാംഗ്വേജസ് ഓഫ് ലവ്, ഈ പറഞ്ഞു കേട്ട സംസാരം, സാമീപ്യം, സ്പർശനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ, ഈ 5 കാര്യങ്ങൾ നമുക്കതിന് പ്രയോജനപ്പെടുത്താം. ഇവിടെ നിന്ന് ആരംഭിക്കാം. ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗമില്ല, നരകമില്ല. ഇവിടെ നിന്ന് ആരംഭിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നല്ലൊരു ദാമ്പത്യ ജീവിതം, ഭാര്യഭർത്തൃ ജീവിതം, കുടുംബ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.